ചിയ സീഡ്സ് കുതിർത്താതെ പൊടിച്ച് കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ചിയ സീഡ്സ് മുഴുവനായും കുതിർത്തി കഴിക്കുന്നതാണോ നല്ലത്? ചിയ സീഡ്സ് ഷേക്കിലോ സ്മൂത്തിയിലോ അരച്ച് കഴിക്കാവോ? ഇങ്ങനെ കുറേ ചോദ്യങ്ങളാണ് എനിക്ക് എൻ്റെ ആദ്യത്തെ ചിയ സീഡ്സ് വീഡിയോയിൽ എൻ്റെ വ്യൂവേഴ്സ് ചോദിച്ചിട്ടുള്ളത്. വെൽക്കം ബാക്ക് ടു ബെറ്റർ ഫുഡ് റൂൾസ്. ഞാനൊരു ഫുഡ് സേഫ്റ്റി പ്രൊഫഷണലാണ്. ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഉണ്ടാവുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വിശ്വസനീയമായ ഉത്തരങ്ങൾ നൽകാനാണ് ഞാൻ എൻ്റെ ചാനൽ കൂടി ശ്രമിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്തേക്കുക. ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 1 മാസത്തോളം ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തൊരു വീഡിയോ ചിയ സീഡ്സിനെ പറ്റിയിട്ടായിരുന്നു. അതിൽ ചിയ സീഡ്സ് കുതിർത്തി കഴിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ വീഡിയോന് അത്യാവശ്യം നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ എൻ്റെ വ്യൂവേഴ്സിൽ ഒരാൾ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണിത്. ഒരു യൂട്യൂബ് വീഡിയോയിൽ ചിയ സീഡ്സ് ഇങ്ങനെ വറുത്ത് പൊടിച്ച് ലഡു ആക്കി കഴിക്കുന്നത് കണ്ടു. അപ്പോൾ അങ്ങനെ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ? ചിയ സീഡ്സ് ഒരു സൂപ്പർ ഫുഡായിട്ടാണ് പലരും കണക്കാക്കുന്നത്. കാരണം ചിയ സീഡ്സിൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന അളവിലുള്ള ഫൈബർ, പ്രോട്ടീൻ, ഒമേഗ 3 ഫാറ്റി ആസിഡ് ഇതൊക്കെ തന്നെയാണ്. എന്നാൽ ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ മേലെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ കാണാൻ പറ്റും. ചിയ സീഡ്സ് പരമ്പരാഗതമായിട്ടൊന്നും നമ്മൾ കഴിക്കുന്ന ഒരു ഫുഡേ അല്ല. ഇത് നമുക്കൊരു പുതിയ ഫുഡാണ് അല്ലേ. സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ തന്നെയാണ് ഇതിന് ഒരുപാട് പ്രചാരം കിട്ടിയിട്ടുള്ളത്. ചിയ സീഡ്സ് വളരെ ന്യൂട്രീഷ്യസ് ആണ് എന്നുള്ളതിലൊരു സംശയമുള്ള കാര്യമല്ല. എന്നാൽ ഈ ചിയ സീഡ് മാത്രം കഴിച്ചതുകൊണ്ട് നമുക്ക് വലിയ ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടാവണം എന്നുമില്ല. നമ്മൾ മൊത്തത്തിലൊരു ബാലൻസ്ഡ് ഡയറ്റിൻ്റെ ഭാഗമായിട്ടാണ് ചിയ സീഡും കഴിക്കേണ്ടത്. പിന്നെ ഇത് പലർക്കും ഒരു പുതിയ ആഹാരം ആണെന്നുള്ളത് കൊണ്ട് ആദ്യമായിട്ടൊക്കെ ചിയ സീഡോ അതുപോലെയുള്ള എന്തെങ്കിലും പുതിയ ഹെൽത്ത് ഫുഡൊക്കെ നമ്മൾ പരീക്ഷിക്കുമ്പോൾ ആദ്യം ഒരു ചെറിയ അളവിൽ കഴിച്ചു നോക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ചും ചിയ സീഡൊക്കെ ചെറിയ രീതിയിൽ ചിലർക്കെങ്കിലും അലർജിയോ ആസിഡിറ്റിയോ ഒക്കെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ അത് കഴിക്കേണ്ട രീതിയിൽ തന്നെ കഴിക്കാനും ശ്രദ്ധിക്കുക. ഇനി ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് വരാം. ചിയ സീഡ്സ് അരച്ചോ പൊടിച്ചോ മുഴുവനോടെയോ കഴിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ 3 രീതിയിലും കഴിക്കാറുണ്ട്. പക്ഷേ ഓരോ രീതിയിൽ കഴിക്കുമ്പോഴും അതിൻ്റേതായ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ചിയ സീഡ്സ് മുഴുവനായിട്ടാണ് കഴിക്കുന്നതെങ്കിൽ പ്രത്യേകിച്ചും നമ്മളിത് 20 മിനിറ്റെങ്കിലും കുതിർത്തിയിട്ട് അത് നല്ലവണ്ണം വെള്ളം വലിച്ച ശേഷം കഴിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ ആദ്യത്തെ ചിയ സീഡ്സ് വീഡിയോ കണ്ടാൽ മതി. കുതിർത്തി കഴിക്കാൻ സമയമില്ല അല്ലെങ്കിൽ കുതിർത്താൻ മറന്നുപോയി അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് കഴിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ചിയ സീഡ്സ് പൊടിച്ച് കഴിക്കുക എന്നുള്ളത്. ചിയ സീഡ്സ് എളുപ്പത്തിൽ പൊടിയാൻ വേണ്ടി വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. ഒരുപാട് ഹൈ ടെമ്പറേച്ചറിലൊന്നും റോസ്റ്റ് ചെയ്തതിൻ്റെ ഗുണങ്ങളൊന്നും നശിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഗ്രൈൻഡറിൽ ആവശ്യത്തിന് ചിയ സീഡ്സ് ഇട്ട് പൊടിച്ച് വയ്ക്കാവുന്നതാണ്. അപ്പോൾ പൊടിച്ച് വയ്ക്കുമ്പോൾ വലിയ ബാച്ചുകളിലൊന്നും പൊടിക്കാതിരിക്കുക. മേ ബി ഒരാഴ്ചത്തേക്കൊക്കെ കഴിക്കാനുള്ളത് മാത്രം പൊടിക്കാം. അപ്പോൾ കൂടുതലായിട്ടൊക്കെ പൊടിച്ച് വയ്ക്കുമ്പോൾ അത് ചിലപ്പം ഈർപ്പം വലിച്ചെടുക്കാനും അതിൻ്റെ ഒരു ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ഇങ്ങനെ പൊടിച്ച ചിയ സീഡ്സ് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് സൂക്ഷിക്കാം. പൊടിച്ച ചിയ സീഡ്സ് ഞാൻ സാധാരണ ഏതെങ്കിലും ഒരു ലിക്വിഡിൻ്റെ കൂടെയാണ് കഴിക്കാറ്. വെള്ളം, ജ്യൂസ്, പാല്, ഷേക്ക്, സ്മൂത്തി, സൂപ്പ് എന്തിൽ വേണമെങ്കിലും ഇത് ആഡ് ചെയ്തിട്ട് അപ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് കുതിരാൻ നിൽക്കേണ്ട ആവശ്യമില്ല പൊടി ആയതുകൊണ്ട് തന്നെ. പക്ഷേ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പൊടിച്ച ചിയ സീഡ്സ് നമ്മൾ കഴിക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം ചിയ സീഡ്സ് 10 മുതൽ 12 വരെ ഇരട്ടി വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ നമ്മൾ ഈ ചിയ സീഡ്സ് ഇപ്പോൾ പല റെസിപ്പീസിലൊക്കെ കാണുന്ന പോലെ വറുത്ത് പൊടിച്ച് ലഡു ആക്കിയൊക്കെ കഴിക്കുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അവർ ആവശ്യത്തിന് വെള്ളം അവരുടെ ശരീരത്തിൽ ഉണ്ടോ എന്നുള്ളത്. ആവശ്യത്തിന് വെള്ളം ഇല്ല എങ്കിൽ ഇത് നമ്മുടെ വയറിലെത്തി കഴിഞ്ഞ് ചിലപ്പം എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഡൈജസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ബ്ലോട്ടിങ്, കോൺസ്റ്റിപ്പേഷനോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ പൊടിച്ച് കഴിക്കുന്നവർ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ലിക്വിഡിൻ്റെ കൂടി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ പൊടിച്ച ചിയ സീഡ്സിന് മറ്റ് പല ഗുണങ്ങളുണ്ട്. നമ്മൾ സൂപ്പാക്കുമ്പോഴോ പോറിജ് ഉണ്ടാക്കുമ്പോഴോ അതിന് ഗ്രേവിക്കൊക്കെ കട്ടി വരുത്താനായിട്ട് ഈ പൊടി ഉപയോഗിക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. കോൺഫ്ലോറൊക്കെ ഉപയോഗിക്കുന്നതിൽ നല്ലതായിരിക്കും ചിയ സീഡ്സ് ഉപയോഗിക്കുന്നത്. ചിയ സീഡ്സ് പൊടിച്ച് ലഡു ആക്കിയൊക്കെ കഴിക്കുന്നവർ അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ കഴിക്കാൻ ശ്രദ്ധിക്കണം. ഒരുപാടങ്ങ് ചിയ സീഡ്സ് കഴിക്കാനും പാടില്ല. മറ്റൊരു വ്യൂവർ ചോദിച്ചത് അരച്ച് കഴിക്കാവോ എന്നുള്ളതാണ്. അരച്ച് കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഇത് ജ്യൂസിലോ ഷേക്കിലോ ഒക്കെ അടിച്ച് കഴിക്കാം. അപ്പോൾ നമ്മൾ കുതിർത്തി കഴിക്കേണ്ട കാര്യമില്ല. കാരണം ഈ ഷേക്കിലോ ജ്യൂസിലോ ഒക്കെ ആവശ്യത്തിന് വെള്ളം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇതിന് വെള്ളം വലിക്കാനുള്ള ഒരു സമയം കിട്ടും നമ്മൾ കഴിക്കുമ്പോഴേക്കും. പിന്നെ
സാലഡുകളിൽ വേണമെങ്കിൽ മുഴുവനോടെ ആഡ് ചെയ്ത് കഴിക്കാം. സാലഡിലും അത്യാവശ്യം വെള്ളം കണ്ടന്റ് ഉണ്ടാവും. അപ്പോൾ ചിയ സീഡ്സ് ആ വെള്ളം വലിച്ചെടുത്തോളും. ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് പൊടിച്ചോ അരച്ച രീതിയിലോ കഴിക്കുമ്പോഴാണ് കൂടുതലായിട്ട് omega-3 ഫാറ്റി ആസിഡ്സ് നമ്മുടെ ബോഡിയിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് എന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചിയ സീഡ്സ് കഴിക്കാം, ഇഷ്ടമുള്ള റെസിപ്പീസിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.